Hi friends, എല്ലാവർക്കും കൊമേഴ്സിലേക്ക് സ്വാഗതം. എൻ്റെ പേര് വിദ്യാ സന്ദീപ്. നമ്മൾ ഇന്ന് കോപ്പറേറ്റീവ് തിയറി ആൻഡ് പ്രാക്ടീസ് എന്ന സബ്ജക്റ്റിലെ കോർപ്പറേഷൻ വേഴ്സ് കമ്മ്യൂണിസം എന്ന ടോപ്പിക്കിനെ കുറിച്ചാണ് ക്ലാസ് എടുക്കാൻ പോകുന്നത്. കഴിഞ്ഞ വീഡിയോസിൽ നമ്മൾ കോർപ്പറേഷൻ വേഴ്സ് സോഷ്യലിസവും അതുപോലെ തന്നെ കോർപ്പറേഷൻ വേഴ്സ് ക്യാപിറ്റലിസത്തിനെ കുറിച്ചും ക്ലാസ്സസ് ചെയ്തിരുന്നു. അത് നിങ്ങൾക്ക് എൻ്റെ പ്ലേലിസ്റ്റിൽ പോയാൽ ലഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ ക്ലാസ് ആരംഭിക്കാം. കോർപ്പറേഷൻ വേഴ്സ് കമ്മ്യൂണിസം. ആദ്യമായിട്ട് നമുക്ക് കമ്മ്യൂണിസം എന്താണെന്ന് നോക്കാം. കമ്മ്യൂണിസം ഈസ് എ ടേം വിച്ച് ഈസ് യൂസ്ഡ് ടു ഡിനോട്ട് എ സിസ്റ്റം ഓഫ് സോഷ്യൽ ഓർഗനൈസേഷൻ ബേസ്ഡ് അപ്പോൺ കോമൺ പ്രോപ്പർട്ടി ഓർ ആൻ ഈക്വൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഇൻകം ആൻഡ് വെൽത്ത്. കമ്മ്യൂണിസം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സോഷ്യൽ ഓർഗനൈസേഷൻ സിസ്റ്റമാണ്. ഓക്കെ, അതായത് നമ്മുടെ സൊസൈറ്റി അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് സോഷ്യലിസത്തിൻ്റെ കേസിൽ പറഞ്ഞിട്ടുണ്ട് ഗവൺമെൻറ് ഗവൺമെൻറ്റിനായിരിക്കും എല്ലാം കൺട്രോൾ ഉണ്ടായിരിക്കുക. അതേപോലെ തന്നെയാണ് കമ്മ്യൂണിസത്തിലും വരുന്നത്. പക്ഷേ ഇവിടുത്തെ ഒരു വ്യത്യാസം സോഷ്യലിസം നമ്മൾ കമ്മ്യൂണിസം തമ്മിലൊരു വ്യത്യാസം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റെവല്യൂഷൻ അല്ലെങ്കിൽ റെവല്യൂഷണറി മൂവ്മെൻ്റ് ആണ് ഇതെന്ന് പറയുന്നത് ഈ കമ്മ്യൂണിസം എന്ന് പറയുന്നത്. ഓക്കെ, നമ്മൾ വിപ്ലവങ്ങൾ അല്ലെങ്കിൽ വിപ്ലവത്തോട് കൂടിയിട്ടാണ് നമ്മുടെ സൊസൈറ്റിൻ്റെ നീഡ്സ് എല്ലാം നമ്മൾ അക്വയർ ചെയ്യുന്നത്. അപ്പം ഇവിടെ പറയുന്നുണ്ട് ഒരു സോഷ്യൽ ഓർഗനൈസേഷനാണ് കമ്മ്യൂണിസം എന്ന് പറയുന്നത്. അതുപോലെ കോമൺ പ്രോപ്പർട്ടി ഓർ ആൻ ഈക്വൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഇൻകം ആൻഡ് വെൽത്ത് അല്ലേ, അതായത് ഇൻഡിവിജ്വൽ പ്രോപ്പർട്ടി എന്ന ഒരു കൺസെപ്റ്റ് എവിടെ ഇല്ല, കമ്മ്യൂണിസത്തിൻ്റെ കേസിലില്ല. കോമൺ പ്രോപ്പർട്ടി ഓക്കെ, അതേപോലെ തന്നെ ഈക്വൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഇൻകം ആൻഡ് വെൽത്ത്, ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് കമ്മ്യൂണിസം എന്ന് പറയുന്നത്. ഇപ്പോൾ കമ്മ്യൂണിസം എന്ന് പറയാൻ ഒരു സോഷ്യൽ ഓർഗനൈസേഷൻ സിസ്റ്റമാണ്. അവിടെ കോമൺ പ്രോപ്പർട്ടിയാണ് ഉണ്ടായിരിക്കുക, ഇൻഡിവിജ്വൽ പ്രോപ്പർട്ടി അല്ല. അതുപോലെ തന്നെ ഈക്വൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഇൻകം ആൻഡ് വെൽത്ത് ആയിരിക്കും. നമ്മൾ ഓൾറെഡി പറഞ്ഞു ഒരു റെവല്യൂഷണറി മൂവ്മെൻ്റ് ആണ് ഏതെന്ന് പറഞ്ഞത് കമ്മ്യൂണിസം എന്ന് പറഞ്ഞത്. അപ്പോൾ ആ ഒരു റെവല്യൂഷണറി മൂവ്മെൻറ്റ് ത്രൂ നമ്മുടെ ക്യാപിറ്റലിസം എന്ത് ചെയ്യാണ് അബോളിഷ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കമ്മ്യൂണിസം കൊണ്ടുവന്നത്. പിന്നെ അതുപോലെ നമുക്ക് പറയാം എസ്റ്റാബ്ലിഷ് എ സൊസൈറ്റി ഇൻ വിച്ച് ഓൾ ഗുഡ്സ് വിൽ ബി സോഷ്യലി ഓൺഡ്, ഓൾ എക്കണോമിക് ആക്ടിവിറ്റീസ് ആർ സോഷ്യലി പ്ലാൻഡ് ആൻഡ് കൺട്രോൾഡ്. എല്ലാ ആക്ടിവിറ്റീസും അതുപോലെ എല്ലാ ഗുഡ്സ് ആൻഡ് സർവീസും എല്ലാം എങ്ങനെയായിരിക്കും നമ്മുടെ സൊസൈറ്റിയുടെ കോമൺ പ്രോപ്പർട്ടി ആയിരിക്കും. അതുപോലെ എല്ലാ ആക്ടിവിറ്റീസും കൺട്രോൾ ചെയ്യുന്നതും പ്ലാൻ ചെയ്തതും എങ്ങനെയായിരിക്കും കോമൺലി ആയിരിക്കും. ഓക്കെ, അല്ലെങ്കിൽ നമ്മുടെ ഗവൺമെൻറ് ആയിരിക്കും എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. ഡിസ്ട്രിബ്യൂഷൻ വിൽ അക്കോർഡൻസ് വിത്ത് ദി മാക്സിമം. നമ്മൾ പറഞ്ഞു ഈ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഇൻകം ആൻഡ് വെൽത്ത് ഓരോരുത്തർക്കും ആവശ്യമുള്ള അത്രയും അല്ലെങ്കിൽ ഓരോരുത്തരുടെയും കപ്പാസിറ്റി അനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് ഇൻകം ആൻഡ് വെൽത്ത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. ഫ്രം ഈച്ച് അക്കോർഡിംഗ് ടു ഹിസ് കപ്പാസിറ്റി ടു ഈച്ച് അക്കോർഡിംഗ് ടു ഹിസ് നീഡ്. ഓരോരുത്തരുടെയും കപ്പാസിറ്റി അനുസരിച്ചിട്ടും ഓരോരുത്തരുടെയും നീഡ് ആവശ്യങ്ങൾ അനുസരിച്ചിട്ടുമാണ് കമ്മ്യൂണിസത്തിൽ എന്ത് നടത്തുന്നത് ഇൻകം ആൻഡ് വെൽത്തിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ നടത്തുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞ ഗുഡ്സ് ആൻഡ് സർവീസസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും അതുപോലെ എക്കണോമിക് ആക്ടിവിറ്റീസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും സോഷ്യലി ഓൺഡ് ആൻഡ് സോഷ്യലി പ്ലാൻഡ് ആൻഡ് സോഷ്യലി കൺട്രോൾഡ് ആണ്. അതേപോലെ തന്നെ നമ്മുടെ ഇൻകം ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓരോരുത്തരുടെയും കപ്പാസിറ്റി അനുസരിച്ചിട്ടും ഓരോരുത്തരുടെ നീഡ് അനുസരിച്ചും മാക്സിമം നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് ആളുകൾക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് നൽകുന്നുണ്ട്. നെക്സ്റ്റ് നമ്മൾ പറയാൻ പോകുന്നത് കമ്മ്യൂണിസത്തിൻ്റെ ഫീച്ചേഴ്സാണ്. ഫീച്ചേഴ്സ് ഓഫ് കമ്മ്യൂണിസം. ഇത് അത്ര ഇമ്പോർട്ടൻ്റ് അല്ല, പക്ഷേ നിങ്ങൾക്കൊരു 4 മാർക്കിനൊക്കെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഫീച്ചേഴ്സും ജസ്റ്റ് എഴുതി വെക്കാവുന്നതാണ്. അപ്പോൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ പറഞ്ഞത് ഗവൺമെൻറ് കൺട്രോൾഡ് എഡ്യൂക്കേഷൻ ആണ്. ദെൻ ഗവൺമെൻറ് കൺട്രോൾഡ് ലേബർ. എല്ലാ കാര്യങ്ങളും അതായത് കമ്മ്യൂണിസത്തിലെ എല്ലാ കാര്യങ്ങളും പബ്ലിക്കിന് അല്ലെങ്കിൽ നമ്മുടെ ജനങ്ങൾക്കുള്ള ആവശ്യമുള്ള എസെൻഷ്യൽ ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും കൺട്രോൾ ചെയ്യുന്നത് ആരായിരിക്കും ഗവൺമെൻറ് ആയിരിക്കും, ഇൻഡിവിജ്വൽ പാർട്ടീസ് ആയിരിക്കില്ല. അപ്പോൾ അതാണ് പറയുന്നത് ഇവിടെ എഡ്യൂക്കേഷൻ സിസ്റ്റം കൺട്രോൾ ചെയ്യുന്നത് ഗവൺമെൻറ് ആയിരിക്കും. ലേബർ സിസ്റ്റം അല്ലേ, നമ്മൾ തൊഴിലുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം കൺട്രോൾ ചെയ്യുന്ന ആരാണ് ഗവൺമെൻറ് ആണ്. ഗവൺമെൻറ് ഓണർഷിപ്പ് ഓഫ് ട്രാൻസ്പോർട്ടേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ അതായത് നമ്മുടെ ട്രാൻസ്പോർട്ടേഷൻ അതുപോലെ തന്നെ കമ്മ്യൂണിക്കേഷൻ തുടങ്ങിയ കാര്യങ്ങളെല്ലാം കൺട്രോൾ ചെയ്യുന്ന ആരാണ് ഗവൺമെൻറ് ആണ്. ദെൻ ഗവൺമെൻറ് ഓണർഷിപ്പ് ഓഫ് അഗ്രികൾച്ചർ മീൻസ് ആൻഡ് ഫാക്ടറീസ്, നമ്മുടെ ഫാമിംഗ് അല്ലെങ്കിൽ അഗ്രികൾച്ചർ, ദെൻ നമ്മുടെ ഫാക്ടറീസ് ഇൻഡസ്ട്രീസ് തുടങ്ങിയ എല്ലാ കാര്യങ്ങളും കൺട്രോൾ ചെയ്യുന്ന ആരായിരിക്കും ഗവൺമെൻറ് ആയിരിക്കും. അടുത്തമായി ടോട്ടൽ അബോളിഷൻ ഓഫ് പ്രൈവറ്റ് പ്രോപ്പർട്ടി അല്ലെങ്കിൽ ഇൻഡിവിജ്വൽ പ്രോപ്പർട്ടി എന്ന കൺസെപ്റ്റ് എവിടെ ഇല്ല കമ്മ്യൂണിസത്തിലില്ല. കോമൺ പ്രോപ്പർട്ടിയാണ് അല്ലേ, എല്ലാം എന്താണ് ഗവൺമെൻറ്റിൻ്റെ കൺട്രോളായിരിക്കും. അത് നമ്മുടെ കോമൺ ആയുള്ള ആളുകൾക്ക് എന്ത് ചെയ്യാം അവർക്ക്
ഗ്രൂപ്പായിട്ട് അല്ലെങ്കിൽ അവരുടെ കോമൺ പർപ്പസിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാം. ഇൻഡിവിജ്വൽ പർപ്പസിന് വേണ്ടി എന്ത് ചെയ്യാൻ പറ്റില്ല, യൂസ് ചെയ്യാൻ സാധിക്കില്ല. ദെൻ നെക്സ്റ്റ് പറഞ്ഞാൽ ഹെവി ഇൻകം ടാക്സ് ഓൺ എവ്രി വൺ. ഇൻകം ടാക്സ് അല്ലെങ്കിൽ നമ്മുടെ ടാക്സ് റേറ്റ് എവിടെ കൂടുതലാണ്, കമ്മ്യൂണിസം എന്ന ഒരു എക്കണോമിക് സിസ്റ്റത്തിൽ കൂടുതലാണ്. ദെൻ എലിമിനേഷൻ ഓഫ് റൈറ്റ്സ് ഓഫ് ഇൻഹെറിറ്റൻസ്, അതായത് ഇൻഹെറിറ്റൻസ് എന്ന റൈറ്റ് നമ്മളെവിടെ ഒഴിവാക്കിയിട്ടുണ്ട്. ഇൻഹെറിറ്റൻസ് പറഞ്ഞാൽ നമ്മൾ പാരമ്പര്യമായിട്ട് കിട്ടുന്നത്, അല്ലെങ്കിൽ നമ്മൾ പറയും പാരമ്പര്യം കാത്തു സൂക്ഷിക്കുക, അങ്ങനത്തെ കാര്യങ്ങളില്ലേ. ഇപ്പോൾ ഒരാൾക്കുള്ള നമ്മൾ പറയുന്നത്, ഇപ്പോൾ ഒരു അച്ഛൻ ഭരിച്ചിട്ടുണ്ടെങ്കിൽ അച്ഛന് ശേഷം പിന്നീട് അതിൻ്റെ അവകാശം അല്ലെങ്കിൽ അതിൻ്റെ ഭരണത്തിൻ്റെ അധികാരം ആർക്ക് നൽകും, നമ്മൾ മക്കൾക്ക് നൽകും. അപ്പം അങ്ങനെയുള്ള ആ ഒരു ഇൻഹെറിറ്റൻസ് എന്ന കൺസെപ്റ്റ് നമ്മൾ എവിടെ ഒഴിവാക്കിയിട്ടുണ്ട്, കമ്മ്യൂണിസത്തിൻ്റെ കേസിൽ ഒഴിവാക്കിയിട്ടുണ്ട്. അത് ബോത്ത് ഇൻ പ്രോപ്പർട്ടീൻ്റെ കേസിലും അങ്ങനെ തന്നെയാണ്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ മെയിനായിട്ട് കമ്മ്യൂണിസത്തിൻ്റെ ഫീച്ചേഴ്സായിട്ട് വരുന്നത്. എല്ലാം നമ്മൾ ടോട്ടലി പറയുകയാണെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ കൺട്രോളിലായിരിക്കും. ഇൻഡിവിജ്വലിസം നമുക്ക് എവിടെ കാണാൻ സാധിക്കില്ല, കമ്മ്യൂണിസത്തിൻ്റെ കേസിൽ കാണാൻ സാധിക്കില്ല. നെക്സ്റ്റ് നമ്മൾ പറയാൻ പോകുന്നത് കമ്പാരിറ്റീവ് സ്റ്റഡിയാണ്. കോർപ്പറേഷനും അതുപോലെ തന്നെ കമ്മ്യൂണിസവും തമ്മിലൊരു കമ്പാരിസൺ നമ്മൾ നടത്താൻ പോകുന്നത്. ഫസ്റ്റ് പോയിന്റ് പറയുന്നത് ദ തിയറി ഓഫ് കമ്മ്യൂണിസം ഈസ് ബിൽറ്റ് അപ്പ് ഓൺ ദി എലമെൻറ്റ് ഓഫ് ഫോഴ്സ് ഓർ കമ്പൽഷൻ. നമ്മുടെ കമ്മ്യൂണിസത്തിൻ്റെ ഒരു തിയറി അല്ലെങ്കിൽ കമ്മ്യൂണിസം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എലമെൻറ്റ് ഓഫ് ഫോഴ്സ് ഓർ കമ്പൽഷനാണ്. ഫോഴ്സ്, നമ്മൾ ഒരാളെ നിർബന്ധിക്കുക അല്ലെങ്കിൽ നമ്മൾ ബലപ്രയോഗം നടത്തുക തുടങ്ങിയ കാര്യങ്ങൾ നമുക്ക് എവിടെ കാണാൻ സാധിക്കും, കമ്മ്യൂണിസത്തിൻ്റെ കേസിൽ കാണാൻ സാധിക്കും. അപ്പോൾ അതെന്താണെന്ന് പറഞ്ഞിട്ട് ത്രൂ വയലൻറ്റ് മീൻസ് ദി പുവർ pressurize the capitalists to abandon their claims to their accumulated properties and wealth and surrender them to the working class. അതായത് ഇവിടെ നമ്മൾ ആരെ കമ്പൽ ചെയ്യുന്നത്, ക്യാപിറ്റലിസ്റ്റിനെ അല്ലേ. അതായത് ക്യാപിറ്റലിസം ഒഴിവാക്കാൻ വേണ്ടി വന്നിട്ടുള്ളൊരു എക്കണോമിക് സിസ്റ്റമാണ് ഇതെന്ന് പറയുന്നത് കമ്മ്യൂണിസം എന്ന് പറയുന്നത് അല്ലേ. അതേപോലെ തന്നെ നമ്മുടെ സോഷ്യലിസം എല്ലാം നമ്മൾ ഏത് ഒഴിവാക്കാൻ വേണ്ടി വന്നതാണ്, ക്യാപിറ്റലിസം ഒഴിവാക്കാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ ഇവിടെ പറയുന്നത് നമ്മൾ ക്യാപിറ്റലിസ്റ്റിനെ ആര് പ്രഷറൈസ് ചെയ്യാണ്, പുവർ പീപ്പിൾ അല്ലെങ്കിൽ നമ്മുടെ കോമൺ പീപ്പിൾ എന്ത് ചെയ്യാണ്, ക്യാപിറ്റലിസ്റ്റിനെ പ്രഷറൈസ് ചെയ്യാണ്. ക്യാപിറ്റലിസ്റ്റിൻ്റെ കേസ് നമ്മൾ പറഞ്ഞിരുന്നു അവിടെ ഫോഴ്സ് ഓർ കമ്പൽഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മുതലാളിമാർ തൊഴിലാളികളുടെ മേലെയായിരുന്നു ഫോഴ്സ് ചെയ്തിരുന്നത്. പക്ഷേ ഇവിടെ നേരെ ഓപ്പോസിറ്റാണ്, നമ്മുടെ തൊഴിലാളികൾ അല്ലെങ്കിൽ വർക്കിംഗ് ക്ലാസ് ആർക്ക് പ്രഷർ നൽകുകയാണ്, ക്യാപിറ്റലിസ്റ്റിന് പ്രഷർ നൽകുകയാണ്. അവരുടെ പ്രോപ്പർട്ടീസും അവരുടെ വെൽത്തും കോമൺ പ്രോപ്പർട്ടി ആയിട്ട് നൽകണമെന്ന് പ്രഷർ നൽകുന്നുണ്ട്. അതുകൊണ്ടാണ് കമ്മ്യൂണിസം എന്ന് പറയുന്നത് എന്താണ്, ഒരു എലമെൻറ്റ് ഓഫ് ഫോഴ്സ് ആൻഡ് കമ്പൽഷൻ കമ്മ്യൂണിസത്തിൽ ഉണ്ടെന്ന് പറയുന്നത്. പക്ഷെ നമ്മൾ കോപ്പറേറ്റീവ് സൊസൈറ്റിൻ്റെ കേസ് നോക്കുകയാണെങ്കിൽ a cooperative organization attempt to work in consonance with democratic norms and while voluntarism is its most important attribute. നമ്മളൊരു കോപ്പറേറ്റീവ് സൊസൈറ്റിൻ്റെ കേസ് നോക്കുകയാണെങ്കിൽ ഡെമോക്രാറ്റിക് നോംസ് അല്ലേ, ജനാധിപത്യ രീതിയിലാണ് ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റി എന്ത് ചെയ്യുന്നത്, വർക്ക് ചെയ്യുന്നത്. നമ്മൾ പറഞ്ഞു ഈച്ച് മാൻ അല്ലേ, 1 man 1 vote എന്ന് പറയുന്നത്, അതായത് ഒരു വ്യക്തിക്ക് ഒരു വോട്ട് എന്ന രീതിയിലാണ് കോപ്പറേറ്റീവ് സൊസൈറ്റി ഫങ്ഷൻ ചെയ്യുന്നത്. അവിടെ ഷെയറിൻ്റെ ബേസിലോ വെൽത്തിൻ്റെ ബേസിലോ എല്ലാം നമ്മൾ എന്ത് നൽകുന്നത്, വോട്ടിംഗ് റൈറ്റ് നൽകുന്നത്. അതേപോലെ നമ്മൾ പറയാം വോളണ്ടറിസം അല്ലേ. വോളണ്ടറിസം എന്ന് പറയുമ്പോൾ ഓരോരുത്തർക്കും അവരുടേതായ സ്വാതന്ത്ര്യമുണ്ട്. അവർക്ക് എപ്പം വേണമെങ്കിൽ കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ എൻ്റർ ചെയ്യാം, താല്പര്യമുള്ള ഏതാൾക്കും കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ എൻ്റർ ചെയ്യാം. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് എവിടെ കാണാൻ സാധിക്കും, കോപ്പറേറ്റീവ് സൊസൈറ്റിൻ്റെ കേസിൽ കാണാൻ സാധിക്കും. അപ്പോൾ കോപ്പറേറ്റീവ് സൊസൈറ്റി ഒരിക്കലും ഒരു ഫോഴ്സോ കമ്പൽഷനോ നൽകുന്നില്ല. അവിടെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡെമോക്രാറ്റിക് നോംസ് ബേസ് ചെയ്തിട്ടും വളണ്ടറിസം ബേസ് ചെയ്തിട്ടുമാണ് എന്ത് നടത്തുന്നത്, അവിടുത്തെ ഫങ്ഷൻസ് മുന്നോട്ട് പോകുന്നത്. ഇനി രണ്ടാമത്തെ പോയിന്റ് പറഞ്ഞത് കമ്മ്യൂണിസം ഈസ് ആൻ എക്സ്ട്രീം ഫോം ഓഫ് സോഷ്യലിസം വിച്ച് ബിലീവ്സ് ഇൻ അറ്റൈനിങ് ഇറ്റ്സ് എയിം ബൈ റെവല്യൂഷണറി മീൻസ് സോ ദാറ്റ് ഇറ്റ് മേ അച്ചീവ് ക്വിക്ക് റിസൾട്ട്സ്. അതായത് കമ്മ്യൂണിസം എന്ന് പറയുന്നത് സോഷ്യലിസത്തിൻ്റെ ഒരു എക്സ്ട്രീം ആയിട്ടുള്ള ഒരു ഫോമാണ് ഏതെന്ന് പറയുന്നത് കമ്മ്യൂണിസം എന്ന് പറയുന്നത്. നമ്മൾ പറഞ്ഞത് ഒരുപാട് സിമിലാരിറ്റി ഉണ്ട്, കമ്മ്യൂണിസം നമ്മുടെ സോഷ്യലിസം തമ്മിൽ ഒരുപാട് സിമിലാരിറ്റി ഉണ്ട്. കാരണം രണ്ടും ഗവൺമെൻറ് കൺട്രോൾഡാണ്, ഗവൺമെൻറ്റിനാണ് സുപ്രീം പവർ ഉള്ളത്. പക്ഷേ കമ്മ്യൂണിസത്തിനുള്ളൊരു വ്യത്യാസം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇറ്റ് ബിലീവ്സ് ഇൻ അറ്റൈനിങ് ഇറ്റ്സ് എയിം ബൈ റെവല്യൂഷണറി മീൻസ്. റെവല്യൂഷണറി ആയിട്ടുള്ള ആക്ടിവിറ്റീസ് ത്രൂ ആണ് അവരുടെ ലക്ഷ്യങ്ങൾ അവരെന്ത് ചെയ്യുന്നത്, അറ്റൈൻ ചെയ്യുന്നത്. അതായത് ഒരുപാട് വിപ്ലവകരമായിട്ടുള്ള കാര്യങ്ങൾ ത്രൂ ആണ് കമ്മ്യൂണിസം എന്ത് ചെയ്യുന്നത്, അവരുടെ എയിംസ് അറ്റൈൻ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അതിന് പെട്ടെന്ന് റിസൾട്ട് നമുക്ക് ഏതിൽ കാണാൻ പറ്റും, കമ്മ്യൂണിസത്തിൽ കാണാൻ സാധിക്കും. പക്ഷേ കോപ്പറേറ്റീവ് സൊസൈറ്റിൻ്റെ കേസ് നോക്കുന്ന സമയത്ത് ദ സൊസൈറ്റി ഹാസ് ആൻ ഓൾ ടുഗദർ ഡിഫറെൻറ്റ് അപ്രോച്ച് ടു ദ പ്രോബ്ലംസ് ഓഫ് ദി ഡിസഡ്വാൻറ്റേജ്ഡ് ക്ലാസ്. ഇറ്റ് ഫേവേഴ്സ് ചേഞ്ചസ് ബൈ എവല്യൂഷൻ.
അതായത് കോപ്പറേറ്റീവ് സൊസൈറ്റിക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡിഫറെൻ്റ് ആയിട്ടുള്ള അപ്രോച്ചാണ്. അവർ റെവല്യൂഷണറി മീൻസ് അല്ലെങ്കിൽ റെവല്യൂഷണറി ആയിട്ടുള്ള കാര്യങ്ങളല്ല നോക്കുന്നത്, പകരം ഇവല്യൂഷനിലൂടെയാണ് അവരെന്ത് ചെയ്യുന്നത്, ചേഞ്ചസ് കൊണ്ടുവരുന്നത്. അതായത് നമ്മുടെ നാട്ടിലുള്ള പാവപ്പെട്ട ആളുകൾക്ക് ഒരുപാട് ഫേവേഴ്സ് ചെയ്യുന്നുണ്ട് ആര്, കോപ്പറേറ്റീവ് സൊസൈറ്റി. അങ്ങനെയുള്ള ഫേവേഴ്സ് കൊണ്ടുവരുന്നത് ഇവല്യൂഷനിലൂടെയാണ്, റെവല്യൂഷണറി ആയിട്ടുള്ള കാര്യങ്ങളിലൂടെയല്ല, ഇവല്യൂഷനിലൂടെ. ഇവല്യൂഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ സ്റ്റഡി ചെയ്ത് ഒരുപാട് കാര്യങ്ങൾ വിലയിരുത്തിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, അവിടെ മാറ്റങ്ങൾ കൊണ്ടുവരുന്നത്. അതായത് അല്ലെങ്കിൽ ഒരു കലാപത്തിലൂടെ ഒന്നല്ല, നമ്മൾ കമ്മ്യൂണിസം പോലെ ഒരു കലാപം അല്ലെങ്കിൽ വിപ്ലവത്തിലൂടെ ഒന്നല്ല കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ എന്ത് കൊണ്ടുവരുന്നത്, ചേഞ്ചസ് കൊണ്ടുവരുന്നത്. ദെൻ ലാസ്റ്റ് പോയിന്റ് പറഞ്ഞത് കമ്മ്യൂണിസം ഈസ് ആൻ ഐഡിയോളജി വിച്ച് റിയാക്ട്സ് വെൻ ദി സഫറിങ്സ് ഓഫ് ദി മെജോറിറ്റി ബിക്കംസ് ഇൻടോളറബിൾ. അതായത് കമ്മ്യൂണിസം എന്ന് പറയുന്നത് നമുക്കൊരു ഐഡിയോളജി എന്ന് പറയാം. ഐഡിയോളജി എന്ന് പറഞ്ഞാൽ ഒരു ഭാവന, ഓക്കെ, ഒരു ഭാവനാശാസ്ത്രം എന്നൊക്കെ പറയാം, ഓക്കെ. വിച്ച് റിയാക്ട്സ് വെൻ ദി സഫറിങ്സ് ഓഫ് ദി മെജോറിറ്റി ബിക്കംസ് ഇൻടോളറബിൾ. അത് നമുക്ക് ആ ഒരു കമ്മ്യൂണിസം കാണാൻ സാധിക്കുന്നത് എപ്പോഴാണ്, നമ്മുടെ സൊസൈറ്റിയിലുള്ള ആളുകളുടെ സഫറിങ്സ് എങ്ങനെ, അല്ലെങ്കിൽ അവരുടെ കഷ്ടപ്പാടുകൾ ഇൻടോളറബിൾ ആകുമ്പോൾ, അസഹനീയമാകുന്ന സമയത്ത് നമുക്ക് ഏത് കാണാൻ സാധിക്കും, കമ്മ്യൂണിസം കാണാൻ സാധിക്കും. അതായത് നമുക്ക് എല്ലായ്പ്പോഴും നമുക്ക് കമ്മ്യൂണിസം നമ്മുടെ സൊസൈറ്റി എന്ത് ചെയ്യാൻ പറ്റില്ല, കാണാൻ സാധിക്കില്ല. നമ്മൾ കാണുന്നത് എപ്പോഴാണ്, നമ്മുടെ സൊസൈറ്റിയിലെ ആളുകളുടെ കഷ്ടപ്പാടുകൾ എക്സ്ട്രീം പോയിന്റിലെത്തുന്ന സമയത്താണ് നമ്മൾ കമ്മ്യൂണിസം കാണുന്നത്. ഇപ്പോൾ നമ്മൾ അവരുടെ ആളുകൾ, ഇപ്പം നമ്മൾ പറയണ ഇപ്പോൾ കുറച്ച് തൊഴിലാളികൾ ജോലി ചെയ്യുന്നത്, പക്ഷെ അവർക്ക് കൃത്യമായിട്ട് ശമ്പളങ്ങൾ കിട്ടുന്നില്ല, അല്ലെങ്കിൽ മാസങ്ങളായിട്ട് അവർക്ക് ശമ്പളം കിട്ടാത്തൊരവസ്ഥ വരുന്ന സമയത്ത് തൊഴിലാളികളൊക്കെ കൂടി ചിലപ്പോൾ എന്ത് ചെയ്യാറുണ്ട്, അവർ സമരങ്ങൾ നടത്തും, ചിലപ്പം ഒരുപാട് കലാപങ്ങൾ നടത്താറുണ്ട്. അപ്പം അങ്ങനെ അവരുടെ സഫറിങ്സ് എന്ത് ചെയ്യാണ്, എക്സ്ട്രീം ആകുന്ന സമയത്ത് നമുക്ക് ഏത് കാണാൻ സാധിക്കുള്ളൂ, കമ്മ്യൂണിസം കാണാൻ സാധിക്കുള്ളൂ. പക്ഷെ കോർപ്പറേഷൻ്റെ കേസ് നോക്കുന്ന സമയത്ത് കോർപ്പറേറ്റീവ്സ് ഓപ്പറേറ്റ് ഇൻ ഓൾ പ്ലേസസ് അണ്ടർ എനി സിസ്റ്റം ആൻഡ് ഇനീഷ്യേറ്റ്സ് ചേഞ്ചസ് വിത്തിൻ ദി സിസ്റ്റം. കോർപ്പറേഷൻ എന്നൊരു കൺസെപ്റ്റ് നമുക്ക് എല്ലായിടത്തും എന്ത് ചെയ്യാൻ പറ്റും, കാണാൻ സാധിക്കും. അതായത് എപ്പോഴും നമുക്ക് എല്ലായിടത്തും എന്ത് കാണാൻ സാധിക്കുന്നുണ്ട്, കോപ്പറേഷൻ നമുക്ക് കാണാൻ സാധിക്കും. കോപ്പറേഷൻ മീൻസ് നമുക്കറിയാം സഹകരണമാണ് അല്ലേ. അപ്പം എല്ലാ സിസ്റ്റത്തിലും നമ്മളൊക്കെ ഏതൊരു സിസ്റ്റത്തിൻ്റെ കേസ് നോക്കുന്ന സമയത്ത് നമുക്ക് കോപ്പറേഷൻ കാണാൻ സാധിക്കും. ദെൻ ഒരുപാട് ചേഞ്ചസ് കോപ്പറേഷൻ അല്ലെങ്കിൽ കോപ്പറേറ്റീവ് സൊസൈറ്റി ത്രൂ നമുക്ക് ഒരുപാട് ചേഞ്ചസ് നമുക്ക് എവിടെ കൊണ്ടുവരാൻ സാധിക്കുന്നുണ്ട്, നമ്മുടെ സൊസൈറ്റിയിൽ കൊണ്ടുവരാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയുമാണ് കോപ്പറേഷൻ വേഴ്സ് കമ്മ്യൂണിസം എന്ന ടോപ്പിക്കിനെ കുറിച്ച് നമുക്ക് പറയാനുള്ളത്. നമ്മൾ ആദ്യം കമ്മ്യൂണിസം എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ദെൻ കമ്മ്യൂണിസത്തിൻ്റെ മെയിനായിട്ടുള്ള ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് പറഞ്ഞു. ദെൻ നമ്മൾ കമ്മ്യൂണിസവും കോപ്പറേറ്റീവ് സൊസൈറ്റി അല്ലെങ്കിൽ കോപ്പറേഷൻ തമ്മിലുള്ള ഒരു കമ്പാരിറ്റീവ് സ്റ്റഡീസ് നടത്തി. ഇന്നത്തെ എൻ്റെ ക്ലാസ് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായെന്ന് കരുതുന്നു. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, തുടർന്നുള്ള ക്ലാസ്സുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. താങ്ക്